ഫ്രണ്ട്സ്, അവങ്ദേശസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ ഗുണ കേവിൻ്റെ എൻട്രിയിലാണ് നിൽക്കുന്നത്. നമുക്കിനി ഉള്ളിലോട്ട് പോവാം. ഇതിലോട്ട് പോകുന്തോറും മഞ്ഞുമൽ വോയിസിൻ്റെ സിനിമയിലത്തെ ഡയലോഗ്സാണ് കേൾക്കുന്നത്. ഇതിനുള്ളിൽ കൊടൈക്കനാൽ പോയൊരു ഫീലുണ്ട്. അപ്പോൾ ഗായ്സ്, ഇവിടെ നല്ല ശബ്ദമാണ്, അതുകൊണ്ട് ഒന്നും സംസാരിച്ചാൽ കേൾക്കില്ല. அந்த இடத்தோட உண்மையான பேர் என்ன കിടക്കുന്നത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അസ്ഥികൂടം അതുപോലെ അതും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സുഭാഷിനെ രക്ഷിക്കുന്ന സീന് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടേട്ടൻ രക്ഷിക്കുന്നത്, അതുപോലെ സുഭാഷ് തൂങ്ങി കിടക്കുന്ന രംഗം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കമലഹാസൻ്റെ നായികയും കൂടിയിട്ട് കേവിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒറിജിനാലിറ്റി കാണുന്നുണ്ട് ആ ഭാഗം. ഗൈസ്, ഇതിനകത്തൊരു പ്രത്യേകത, എല്ലാ ഭാഗത്തും ഫോട്ടോ സെൽഫി എടുക്കാനും അതുപോലെ ആളുകൾ വരുന്നവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പല ആളുകളും ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. പല ഭാഗത്ത് നിന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് നിൽക്കുക. അതുപോലെ ആൽമരങ്ങൾ, അതുപോലെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഫീല്, അങ്ങനെ എല്ലാം ഫോട്ടോ പകർത്തിയിട്ടാണ് പോകുന്നത്. ശരിക്കും നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഈ ഫോട്ടോ സെക്ഷനിലേക്ക് തന്നെ പോകാറുണ്ട്. പിന്നെ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സംഗതികളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാനും അത് വളരെ ഉപകാരപ്രദമാകുന്നുണ്ട് പല ആളുകൾക്കും. അപ്പോൾ അടുത്തത് എല്ലാം അതിൻ്റെ കംപ്ലീറ്റ് സംഗതികളും ചിത്രസഹിതം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അത് ആസ്വദിക്കുന്നുണ്ട്. ഗുണ കേവ് ശരിക്കും നമ്മളത് തിയേറ്ററിൽ കാണുന്ന ആ ഒരു രംഗങ്ങൾ പലതും ഇവിടെ കാണാൻ കഴിയും. അടുത്ത സ്റ്റെപ്പ് നല്ല വെളിച്ചം കാണുന്നുണ്ട്. അതിനകത്ത് എന്താണെന്നുള്ളത് അറിയില്ല, പോയി നോക്കാം. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ സ്നോ വേൾഡ് എത്തി. ഇവിടെ നല്ല ഇരുട്ടാണെങ്കിൽ, നല്ല പേടിപ്പിടുത്തമാണെങ്കിൽ, പക്ഷെ ഇവിടെ നല്ല രസമുണ്ട്, നല്ല തണുപ്പൊക്കെയാണ്. മൊത്തം വെള്ള കളറാണ്. രസമുണ്ട് കേട്ടോ കാണാൻ. കരടികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് മരമൊക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മരങ്ങളൊക്കെ കാണുന്നുണ്ട്. കളർ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇവിടെ കരടികളൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ പെൻഗ്വിനൊക്കെ ഉണ്ട് കേട്ടോ. കാശ്മീരൊക്കെ കാണുമ്പോൾ നല്ല മഞ്ഞിൻ്റെ
നല്ല ഫീല് വരുന്നുണ്ട്. ഇനി ഞങ്ങളിപ്പോൾ മിറാക്കൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. കുടയാണ് മേളിലിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്, കുട മാതിരി. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. നല്ല ഫ്ലവേഴ്സൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. പൂങ്കാവനത്തിൽ പോയ പോലെ നല്ലൊരു ഫീലുണ്ട്. പൂക്കൾ കൊണ്ട് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലവ് മാതിരി ഡിസൈൻ ആയിട്ട് ഒരു മേൽക്കൂരയൊക്കെ മാതിരി ഒരു ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലിൽ നിറയെ കുടകളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പൂക്കളൊക്കെ നിറയുണ്ട്, ലവ് ഷേപ്പിൽ അങ്ങനെ കുറേ ഷേപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമുക്ക് ഫോട്ടോസൊക്കെ നല്ല കുറേ സമയം ഫോട്ടോ സെഷൻ എടുക്കാനുള്ള സമയം നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഇവിടെ തന്നെ വേണ്ടി വരും തോന്നുന്നുണ്ട്. അത്രയും നന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങൾ എക്സിബിഷൻ പോലെ അത് ഇട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും വാങ്ങിയില്ല, അങ്ങനെ നേരെ കണ്ടിട്ട് വന്നതാണ്. മുട്ടായി, കുറേ മുട്ടായിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ പൊട്ടുമായും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മേടിച്ചൊന്നുമില്ല, ഞങ്ങളതെല്ലാം കണ്ടു, എല്ലാം കണ്ട് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് തരും അവിടെ തന്നെ. അതിനുള്ളൊരു കൗണ്ടറുണ്ട് അവിടെ. അതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇനി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. പുറത്തേക്ക് പോവുകയാണ് നമ്മൾ. ഇപ്പോൾ പുറത്തെത്തിയപ്പോൾ കുറേ ഗെയിംസ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. ഞങ്ങൾ കയറിയില്ല. അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങുന്ന സ്ഥലത്ത്. പിന്നെ ഞങ്ങൾ പോവാണ് കേട്ടോ. കേൾവിക്കുറവോ സംസാര വൈകല്യമോ വിഷമിക്കേണ്ട. ഹിയറിംഗ് ആൻഡ് സ്പീച്ച് സെന്റർ, പാലക്കാട് ഹിയറിംഗ് ആൻഡ്